ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണണേ. അപ്പൊ നമുക്ക് അതുപോലെ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിനെയാണ്. അങ്ങനെ രേവതിയോട് സച്ചി ആ കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി, നീ ഇനി ആ വീട്ടിൽ നിൽക്കരുത്, അച്ഛൻ ഇഷ്ടമില്ലാത്തതൊന്നും ഇനി ആ വീട്ടിൽ വേണ്ടാന്ന്. ഇത് കേട്ടതും നമ്മുടെ രേവതിയുടെ ചങ്ക് തകർന്നു പോയി. രേവതിക്ക് പിന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? രേവതിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ നമ്മുടെ രേവതി ആ വീട്ടിൽ നിന്നും പടി ഇറങ്ങാൻ കേട്ടോ, കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറങ്ങി പോകുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്രയും സുധിയും ശ്രുതിയും ഒക്കെ നിന്ന് ചിരിക്കുകയാണ്. മനസ്സിലും അതുപോലെ പുറമേയും ഒക്കെ ആ ഒരു സന്തോഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുവേ. അവരുടെ ആ മുഖത്ത് വലിയ സന്തോഷം തന്നെയാണുള്ളത്. എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറയുകയും ചെയ്തു, നിക്കടി, നീയേ ഓർക്കണുണ്ടോ ഇവിടുത്തെ പ്രമാണം നിന്റെ കയ്യില് ഇവിടുത്തെ മനുഷ്യൻ നിനക്ക് സൂക്ഷിക്കാൻ തന്നത് നീ ഓർക്കണുണ്ടോ? അന്ന് ഞാൻ നിന്നോട് ചെവിയിൽ നുള്ളാൻ പറഞ്ഞല്ലേ, ഈ ഒരു ദിവസം എനിക്ക് അറിയായിരുന്നു വരുന്നു. നിന്നെ ഈ വീട്ടിന്റെ പടി ഇറക്കുന്ന ഒരു ദിവസം വരുന്ന എനിക്ക് അറിയായിരുന്നു. ഇനി ഈ വീടിന്റെ അവകാശം പോയിട്ട് നിന്റെ ഭർത്താവുണ്ടല്ലോ, ഇനി നിന്നെ ഈ വീട്ടിൽ കയറ്റത് പോലും ഇല്ലല്ലേ, പിന്നല്ലേടി നിന്റെ അവകാശം. എന്റെ ശ്രീകാന്തിനെയും വഴി വഴപ്പിച്ചിട്ട് അവള് വലിയ കേമത്തരമെന്നും പറഞ്ഞ് നടക്കുന്ന. എടി, നിന്റെയൊക്കെ ഈ ദാരിദ്ര്യം പിടിച്ച നിന്റെയൊക്കെ ജീവിതം പോലെ തന്നെയാണ് നിന്റെ മനസ്സും ദാരിദ്ര്യം പിടിച്ചിരിക്കുക. അതുകൊണ്ട് നിനക്ക് എപ്പോഴും ആ ദാരിദ്ര്യത്തിന്റെ പടികുടി തന്നെ കിടക്കാനടി വിധി. അല്ലാതെ നിനക്ക് ഇതുപോലുള്ളൊരു വീട്ടിലേക്ക് കയറി ചെന്ന് ജീവിക്കാനുള്ള ആ ഒരു യോഗം ഇല്ലെന്ന് നീ അങ്ങ് കൂട്ടിക്കൊണ്ടാ മതിയടി രേവതി എന്നും പറഞ്ഞു. ഇതിനൊന്നും നമ്മുടെ രേവതി മറുപടി പറയുന്നില്ല. അപ്പോഴും സച്ചി പറഞ്ഞല്ലോ, തന്നെ സച്ചി അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു വേദനയിലാണ് കേട്ടോ നമ്മുടെ രേവതി അവിടെ നിന്ന് നേരെ ഇറങ്ങി പോകുന്നത്. ഇതേ സമയത്തായിക്കോട്ടെ നമ്മുടെ സച്ചി റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ കയറുകയാണ് കേട്ടോ. അപ്പൊ അവിടെ ചെന്നിട്ട് എവിടെയാടാ ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ശ്രീകാന്ത് ഇവിടെ ഇല്ല. ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞു. അവന്റെ കല്യാണം കഴിഞ്ഞ് അവന്റെ കല്യാണമല്ല, അവന്റെ 16 അടിയന്തരം ഇനി കഴിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ഉള്ളവരോട് വഴക്ക്. അവിടെ ഉള്ളവർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ കിടന്ന് ഒച്ച വെച്ചിട്ട് കാര്യമൊന്നുമില്ല, സച്ചി ഇവിടെ ഇല്ല, എൻ്റെ പൊന്നു ചേട്ടൻ ഒന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ചേട്ടൻ മാറ്റി വിളിച്ചോണ്ട് പോയിട്ട്, എൻ്റെ പൊന്നു ചേട്ടൻ ഇവിടെ സച്ചി ഇല്ലെന്നല്ലാട്ടോ, ശ്രീകാന്ത് ഇല്ല, നിങ്ങൾ ഇവിടുന്ന് പോണം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അവൻ എപ്പോൾ വരുന്നോ അപ്പം എന്നെ വിളിച്ചോണം, ഇനി അവൻ ഇവിടെ ജോലി അങ്ങനെ കൊടുത്താലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു രൂക്ഷമായ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പോകാൻ നേരത്തെ അവിടെ സെക്യൂരിറ്റിയിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു, അതെ ഈ പൈസ നിങ്ങൾ പിടിച്ചോ, അവൻ ഇവിടെ എപ്പോൾ വരുന്നോ എന്നെ അപ്പം ഇൻഫർമേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാട്ടോ പുള്ളിക്കാരൻ അവിടുന്ന് പോയത്. ഇതേ സമയം നമ്മുടെ ദേവുവിന് നല്ലത് കിട്ടുന്നുണ്ട്. നമ്മുടെ ദേവുവിന് കിട്ടുന്ന കഥയൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത് കൊണ്ട് എനിക്കും സങ്കടമുണ്ട്. കാരണം വലിച്ചു നീട്ടിക്കൊണ്ടാണ് നമ്മുടെ കഥ പോകുന്നത്. ഞാൻ പറഞ്ഞങ്ങ് പോകുന്നു, നമ്മുടെ കഥ പുറകിൽ നിഴഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഒച്ചിന് ഇതിനേക്കാളും സ്പീഡുണ്ടെന്നാ തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ദേവുവിനിട്ട് പൂരം കൊടുക്കുകയാണ് കേട്ടോ. നീ ആയിട്ട് അവളുടെ ജീവിതം നശിപ്പിച്ചില്ലേടി, അങ്ങനെയാ ഇങ്ങനെയാ, എടി മറ്റവളെ, നിന്നെ ഞാൻ ഇങ്ങനെ അല്ലല്ലോടി പഠിപ്പിച്ചത്, നീ എന്നെ അമ്പലത്തിൽ പറഞ്ഞു വിട്ടിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേടി, നീ എന്ത് ദ്രോഹമാടി ആ മനുഷ്യനോട് ചെയ്തത്, ആ മനുഷ്യൻ നമുക്ക് ദേവു അല്ലായിരുന്നോടി, നീ കാരണം പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നില്ലേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവുവിനെ തലങ്ങനും വിലങ്ങനും ഒക്കെ ഇട്ട് അടിക്കുന്നു. അതിനിടയ്ക്ക് ശരത്തും പറയുന്നുണ്ട്, ഇവക്ക് അഹങ്കാരമോ, ഇവക്ക് അഹങ്കാരത്തിന്റെ കുഴപ്പമാ, ഞാൻ ആരോടെങ്കിലും കൂട്ടുകൂടുമ്പോഴല്ലേ ഇവക്ക് പ്രശ്നമുള്ളൂ, ഇപ്പൊ കണ്ടില്ലേ ഇവക്ക് നല്ല കൂട്ടുകെട്ടാണല്ലോ, ഇവൾ ഒറ്റ ഒരുത്തി കാരണമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്, ചേച്ചിയുടെ ജീവിതം നശിക്കുന്നുണ്ട് ഇവള് കാരണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശരത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. കരഞ്ഞ് നിലവിളിച്ച് വന്ന് അമ്മാന്നും പറഞ്ഞങ്ങ് കെട്ടിപ്പിടിക്കുക രേവതി ലക്ഷ്മീനെ. ലക്ഷ്മി, മോളെ എന്താ മോളെ, എന്താ പറ്റിയത് മോളെ എന്ന് ചോദിക്കുമ്പം എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടമ്മേന്ന് പറഞ്ഞു. നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടെന്നോ? അതെ അമ്മേ, എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടമ്മേ, സച്ചേട്ടൻ പറഞ്ഞു ഇറങ്ങി പൊക്കോളാന്, സച്ചേട്ടൻ്റെ ഭാര്യയായിട്ട് ഇനി ഞാൻ വേണ്ട, സച്ചേട്ടൻ ഇങ്ങനെ ഒരു ഭാര്യ ഇല്ലെന്നാ പറഞ്ഞത്, എനിക്കറിയില്ല ഞാൻ എന്ത് മഹാഭാവം ചെയ്തിട്ടാ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്, എനിക്കറിയില്ല അമ്മേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്. അപ്പൊ ശരത്ത് പറഞ്ഞു, ഇവൾ ഒറ്റ ഒരുത്തി ഇതിനൊക്കെ കാരണം, അവള് നിൽക്കുന്നത് കണ്ടില്ലേ, എടി നിനക്കിപ്പോ സമാധാനമായില്ലേ ചേച്ചിയുടെ ജീവിതം തൊലച്ചു കളഞ്ഞപ്പം, അവള് നിൽക്കുന്ന കണ്ടില്ല, അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടത്, ഇവളെ നേരെ വണ്ണം നിങ്ങൾ വളർത്താഞ്ഞിട്ടാ, ഇവക്കിട്ട് 2 കൊടുത്ത് പൊട്ടിച്ച് വളർത്തണമായിരുന്നു, അവള് രാവിലെ പഠിക്കുന്നു, പൂ കെട്ടുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അമ്മയെടുത്ത് തലയെ കയറ്റി വെക്കല്ലായിരുന്നോ, അനുഭവിച്ചോളാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ദേവ് പറഞ്ഞു, ചേച്ചി ക്ഷമിക്കുക ചേച്ചി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത് ചേച്ചി, എന്നോട് ക്ഷമിക്കുക ചേച്ചി എന്ന് പറഞ്ഞു. ദേവ് ഭയങ്കര കരച്ചില്. ഏതായാലും ദേവുവിന്റെ മുമ്പില് നമ്മുടെ രേവതി ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ രേവതി മുഴുവൻ ലക്ഷ്മിയോടാ പറയുന്നത്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എന്നും എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ ആകാനായിരിക്കും, ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നത് ദൈവത്തിന് പോലും പിടിക്കില്ല, അല്ലെങ്കിലും എനിക്കിത് തന്നെ വേണം, ഞാനാണല്ലോ എല്ലാം വരുത്തി വെച്ചത്, ഇപ്പൊ കണ്ടില്ലേ
അച്ഛൻ ഞാൻ കാരണം പോലീസ് സ്റ്റേഷനിൽ കയറിയെന്ന സച്ചിയേട്ടൻ പറയുന്നത്. സത്യമായിട്ടും ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലമ്മേ. ഒരബദ്ധം പറ്റി ഞാൻ അമ്പലത്തിലേക്ക് പോയതാ. എന്നെ അവർ മനഃപൂർവ്വം പെടുത്തിയതമ്മേ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലമ്മേ എന്നും പറഞ്ഞ് രേവതി പിന്നെയും കരഞ്ഞപ്പോൾ മോള് സമാധാനമായിട്ടിരിക്കുക. ഏതായാലും മോൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. മോളുടെ ഈ കരച്ചിലൊക്കെ മാറ്റി വെച്ചിട്ട് മോള് ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. മോൾ അവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിയുമ്പോൾ മോൾ ഇവിടെ കയറി വന്നിരുന്നാൽ എന്താ സംഭവിക്കാൻ പോവാ? അവിടെ നിന്ന് ഇറക്കി വിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു, പിന്നെ ഇവിടെ ഇരുന്ന് പോകും മോള്. അതുകൊണ്ട് അവിടെ നിന്ന് അവർക്ക് മോളെ ഇറക്കി വിടാനുള്ള അവകാശമൊന്നുമില്ല. നിയമപരമായിട്ടല്ലേ നിന്നെ സച്ചി വിവാഹം കഴിച്ചിരിക്കുന്നത്. നീ ആ വീട്ടിൽ കയറുന്നവരെ അവിടെ മുറ്റത്ത് പോയിരുന്ന് സമരമെങ്കിലും ചെയ്യണം. നീ അവരെ കയറ്റുന്നത് വരെ രാവെന്നോ പകലെന്നോ ഒന്നും നോക്കണ്ട. അവരുടെ തിണ്ണയിൽ തന്നെ നീ ഇരിക്കണം. അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാലോ എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ എന്താ അമ്മ ഈ പറയുന്നത്? അങ്ങനെ പോയി എനിക്ക് ഇരിക്കാൻ പറ്റുമോ? ഞാൻ എങ്ങനെയാ ചെല്ലുന്നത്? എടി നീ അങ്ങനെ ചെല്ലണം, അല്ല നീ ഇവിടെ ഇരുന്നിട്ട് എന്തെടുക്കാനാ? നിന്റെ ജീവിതം മോളെ, ജീവിതം അത് ഒന്നേ ഉള്ളൂ. അത് നശിപ്പിക്കരുത് നീ. എങ്ങനെയെങ്കിലും കാലും കൈയൊക്കെ പിടിച്ചു മോളൊന്ന് അവിടെ ഇട്ട് കയറി പറ്റാൻ നോക്ക്. സച്ചിയോട് നീ കാര്യം പറ. സച്ചിയോട് നീ കാര്യം പറഞ്ഞാൽ അവന് മനസ്സിലാവും. അമ്മേ, അമ്മ തന്നെയാണോ ഈ പറയുന്നതാ? അപ്പൊ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണെന്നാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയേ പറ്റൂ. മോളുടെ ജീവിതം അത് മോള് നോക്കണം. അല്ലാതെ ഈ അമ്മയ്ക്ക് വേറൊരു നിവൃത്തിയില്ല. ഇനി മോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ കെട്ടുതാലി പൊട്ടിച്ചൊരു പെണ്ണ് വന്ന് നിൽക്കുക എന്ന് പറയില്ലേ? അതൊന്നും ശരിയാവില്ല മോളെ. മോളുടെ ജീവിതം അത് തകർന്നു പോകും. അതുകൊണ്ടായി അമ്മ പറയുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി തുടങ്ങുകയാണ് ലക്ഷ്മി. ഏതായാലും ലക്ഷ്മിക്കും വേവലാതിയുണ്ട്. കാരണം എങ്ങനെയെങ്കിലും മോള് ജീവിക്കണം എന്നൊരാഗ്രഹമുണ്ട്. എങ്കിലും ഇതൊരു മാതൃകയായിട്ടൊന്നും എടുക്കണ്ട. ഒരു മക്കൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളങ്ങ് തള്ളിക്കളയുന്നത് ശരിയല്ലല്ലോ. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ അങ്ങനെ ഒരിക്കലും പാടില്ല കേട്ടോ. മക്കളുടെ വിഷമങ്ങൾ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് സമാധാനിപ്പിച്ച് ഒത്ത് തീർപ്പാക്കാൻ പറ്റുമെങ്കിൽ മാത്രം. അല്ലാതെ ഒരിക്കലും ആരെയും അടിച്ചേൽപ്പിക്കരുത് കേട്ടോ സ്വന്തം മക്കളെ. എനിക്കും കൂടെ പറയാനുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഒരിക്കലും അങ്ങനെ മക്കൾക്ക് എന്തെങ്കിലും വിവാഹം കഴിച്ച് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരിവിടെ വന്ന് നിൽക്കട്ടെ, എന്താണ് കുഴപ്പം? നാട്ടുകാരത് പറയും, നാട്ടുകാർ ഇത് പറയുന്നത് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളുടെ ജീവിതം അതല്ലേ നമ്മൾ നോക്കണത്. അവിടെ പോയി കിടന്ന എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം എത്ര ഇതൊക്കെ കേൾക്കുന്ന അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ കാട് കയറി പോയല്ലേ, ഇതാണ് എൻ്റെ കുഴപ്പം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് കാട് കയറിപ്പോവും. കഥയെ നിങ്ങൾ ടച്ച് വിട്ടുപോകും. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാലേ നമ്മുടെ ശ്രുതിയല്ലല്ലോ, വർഷയുടെ അച്ഛനെയും അമ്മേനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വർഷയുടെ അച്ഛനും അമ്മയും വീട്ടിലിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ റോഷന്റെ അച്ഛനും റോഷനും വന്നിട്ട് അവിടെ രണ്ട് പുകച്ചിൽ പോയിക്കാണ് കേട്ടോ. നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ കൊച്ചിനല്ലേ ഇപ്പം നാണക്കേട്, വിവാഹത്തിന്റെ കുറി വരെ അടിച്ചിറക്കിയില്ലേ? ഇതുപോലൊരു നാണക്കേട് വരാനില്ല. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാതിരുന്നായിരുന്നെങ്കിൽ അവൾ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പൊക്കി എടുത്തോണ്ട് വന്ന് ഇപ്പം ഇവന്റെ പെണ്ണാക്കി കൊടുത്തേനെ. എൻ്റെ മോൻ ആഗ്രഹിച്ചത് എന്തും ഞാൻ മേടിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾ എന്തിന് ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് പോയി ചത്തൂടെ ഒരു കയറെടുത്തിട്ട് തൂങ്ങിച്ചാവ്. സ്വന്തം മക്കളെ നിലയ്ക്ക് നിർത്താൻ അറിയത്തില്ലാത്തൊരു തന്ത നിങ്ങളെ പിഴപ്പിച്ച് കളഞ്ഞാൽ നിങ്ങളുടെ മകള് പിഴയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി. ഇതെല്ലാം കേട്ടിട്ട് വർഷയുടെ അച്ഛനും അമ്മയ്ക്കും പ്രതികരിക്കാൻ ശേഷിയില്ലാതെ നിൽക്കുകയാണ്. ലാസ്റ്റ് പറഞ്ഞു, എനിക്ക് നഷ്ടപരിഹാരം വേണം. എനിക്ക് ഏതായാലും 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം. ഞാൻ എന്തൊക്കെ ചെയ്തെന്നറിയാമോ? കല്യാണക്കുറി അടിച്ചു. നിങ്ങൾ വന്ന് വീട്ടിൽ കുറെ വെട്ടിയൊക്കെ മിഴുങ്ങിയില്ല. ഏതായാലും എനിക്ക് 5 ലക്ഷം വേണമെന്ന് പറയാം. അപ്പം തന്നെ നമ്മുടെ വർഷയുടെ അച്ഛൻ 5 ലക്ഷം രൂപ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ നിവർത്തിയില്ല. വേറെ എന്ത് ചെയ്യാനാണ്? മകള് തെറ്റ് ചെയ്തല്ലേ. അപ്പോൾ ഏകദേശം നാളെ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടായിരിക്കാം നമ്മുടെ വിശേഷം അവസാനിക്കുന്നത്. ഞാൻ ഒത്തിരി നീട്ടി അങ്ങ് പറഞ്ഞു പോകുന്നില്ല. ഇവിടം വരെ എത്തിയില്ലെങ്കിൽ ആകെ പ്രശ്നമായി പോകും കേട്ടോ. അതിനിടയിൽ നമ്മുടെ വർഷയുടെ ശ്രീകാന്തും കൂടെ അടി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വർഷയ്ക്ക്. ശ്രീകാന്തിന്റെ മനസ്സ് തകർന്നിരിക്കുന്നതുകൊണ്ട് ശ്രീകാന്തിനൊരു മൂഡും ഇല്ല താനും. വർഷയ്ക്ക് അതൊട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള അല്ലറ ചില്ലറ പ്രശ്നങ്ങളും ഇതിനിടയിൽ കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. നെക്സ്റ്റ് നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും നാളത്തെ കഥയാണ്. അതുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.